ഹായ്, ഗുഡ് മോർണിംഗ്. ഇത് നെക്സ്റ്റ് ഡേ ആണ്. കുട്ടനാട് ഹൗസ് ബോട്ടിലാണ് നമ്മളിപ്പോഴും ഉള്ളത്. നമ്മൾ 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ചെക്കൗട്ട് ചെയ്യണം. നമ്മുടെ ബെഡ്റൂമിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള വ്യൂ ആണിത്. ഇത് കാണാൻ നല്ല സെറ്റ് കേട്ടോ. ഈ വെളുപ്പിനെ നോക്കിയായിരുന്നു, അപ്പൊ എന്റെ കോലം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ വീഡിയോ എടുക്കുന്നത്. എട്ട് മണി ആകുമ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാവും. അപ്പോഴേക്കും നമ്മുടെ ഹൗസ് ബോട്ടും മൂവ് ആയി തുടങ്ങും. ഒരു 1 hour ഇവിടെയൊക്കെ ഒന്നും കൂടി ഒന്ന് ചുറ്റിയടിച്ച് 9 o'clock ആകുമ്പോൾ ഇതുകൊണ്ട് അവിടെ കാണുന്നില്ല, നമ്മുടെ അവിടെയാണ് ആ ഒരു പാലത്തിൻ്റെ അവിടെയാണ് നമ്മുടെ കാറ് പാർക്ക് ചെയ്തിരിക്കുന്നത്. അവിടെ കൊണ്ടുവിടും. നമ്മളിതിലേക്ക് കയറിയില്ല, അതേ സ്ഥലത്ത് തന്നെ നമ്മളെ കൊണ്ടുവിടും. കൃത്യം 8 o'clock ആയപ്പോൾ തന്നെ നമ്മുടെ ഹൗസ് ബോട്ട് മൂവ് ആയി തുടങ്ങി. ഇനി ഒരു 1 hour ഇതിങ്ങനെ ഇവിടെ റൺ ആയിക്കൊണ്ടിരിക്കും. ഇതിനിടെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നടക്കും. അപ്പൊ ഞങ്ങള് തിരിച്ചു പോവാണ് ഗൈസ്. ഈ ചേട്ടനാണ് ഞങ്ങളെ ഇവിടെ വളരെ ഭംഗിയായിട്ട് ചുറ്റി നടത്തി കാണിച്ചത് കേട്ടോ. ചേട്ടന്റെ പേര് സലീം ചേട്ടൻ. അപ്പൊ ഞങ്ങൾ പോവാണ്. ഫോട്ടോ എടുക്കണ്ടേ? ഫോട്ടോ എടുത്തിട്ടൊരു വരക്കുണ്ട്. ഞങ്ങള് പോകുന്നത് എങ്ങോട്ടാ? ഫിലിപ്പ് പാലസ്. എറണാകുളം വരെ പോകാം, പക്ഷെ 2 മണിക്കൂർ ഏകദേശം. ചേച്ചി ഇന്നലെ പോയപ്പം ഉണ്ടായിരുന്നു, ഇപ്പം തിരിച്ചു വരുമ്പോൾ ചേച്ചി അവിടെ തന്നെ ഉണ്ട്. വണ്ടി അങ്ങനെ സേഫ് ആയിട്ട് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഇതെന്തുവാ? അയ്യോ, കഴുകി വെളുപ്പിച്ച് കൊണ്ടുവന്ന് പായസം വെച്ചിട്ടുണ്ട് കേട്ടോ. അർച്ചനയ്ക്ക് പായസം. ഗൈസ്, അതെല്ലാം കഴുകി കളഞ്ഞു. ഞാനും അമ്മ പച്ച, ഞാൻ ചേച്ചിയും വെള്ള. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഹൗസ് ബോട്ടിലെ യാത്രയൊക്കെ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? നല്ല എൻജോയ് ചെയ്തില്ലേ നമ്മള്? നല്ല ഫുഡൊക്കെ ആയിരുന്നു, നല്ല പോസിറ്റീവ് വൈബായിരുന്നു അല്ലേ? ഇനി ഞങ്ങള് നേരെ പോകുന്നത് എറണാകുളം തൃപ്പൂണിത്തുറ ഹിൽ പാലസ് കാണാനാണ്. നമ്മുടെ മണിച്ചിത്രത്താഴ് മൂവിയൊക്കെ ഷൂട്ട് ചെയ്ത് ആ ഒരു ഹിൽ പാലസ് കാണാൻ വേണ്ടി പോവാ. ഞാനും ആര്യയൊക്കെ ടൂറ് പോയിട്ടുണ്ടായിരുന്നു. ഒരു 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ടൈമിലാന്ന് തോന്നുന്നു. ആണോ? അല്ലല്ലോ, എറണാകുളമായിരുന്നു. എറണാകുളത്താണ് പോയത്. ഞങ്ങൾ കുട്ടിക്കാലത്ത് പോയിട്ടുള്ള ഹിൽ പാലസ് തന്നെയാണെന്ന് തോന്നുന്നു. നമുക്ക് ഇന്നത് നേരിട്ട് കാണുമ്പോ അത് തന്നെയാണോ എന്ന് ഞാൻ ഇങ്ങനെ ഓർത്തെനിക്ക് എടുക്കാൻ പറ്റുമോ നോക്കാം. പക്ഷെ ഏത് പാലസിലൊക്കെ പോയെന്ന് ഓർമ്മയില്ല. ഞാൻ പത്തനാപുരം മൗണ്ട് താപോൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന ടൈമിലായിരുന്നു. 7ാം ക്ലാസ് ആണോ 8ാം ക്ലാസ് ആണോ എന്ന് കറക്റ്റ് ഓർമ്മയില്ല. നമ്മുടെ സിസ്റ്റേഴ്സിന്റെ ഒക്കെ സ്കൂളാണത്.
മഠത്തിന്റെ സ്കൂളാ, നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള. അതായത് നമ്മള് കുട്ടികളല്ലേ, എവിടെ പോയി ഇറങ്ങുന്ന എന്തോന്നൊന്നും അറിയത്തില്ല. കൂടുതൽ പള്ളികളിലൊക്കെ ആയിരുന്നു ടൂറ് പോയത്. അന്നേരം ഇടയ്ക്ക് എന്തോ 2 സ്ഥലം മാത്രമേ ഉള്ളായിരുന്നു, വീഗാലാൻഡും പിന്നെ ഒരു പാലസും കാണിച്ചിരുന്നു. ആ പാലസ് തന്നെയാണോ ഇതെന്ന് നമുക്ക് നോക്കാം. എക്സൈറ്റഡ് ആണോ? അമ്മൂസിന് തീരെ വയ്യ കേട്ടോ. അർച്ചനയ്ക്കാണ് അവിടെ പോണ ഭയങ്കര ആഗ്രഹം അല്ലേ? 3 ചക്ര വണ്ടി ഇത് ഇത് വള്ളംകളിയോ? ഇതുവരെ തീർന്നില്ലേ വള്ളംകളി? നന്ദുനെ നോക്കിയേ, നന്ദുനെ നോക്കിയേ. ഉമ്മാക്ക് പറഞ്ഞമ്മ കേട്ടോ നീ അങ്ങനെ പലതും പറ, അതൊക്കെ കേൾക്കാനല്ല ഞാൻ ഇരിക്കുന്നത്. സിസ്റ്റം വരാൻ പോകും മുത്തച്ഛ. ആൾക്കാരൊന്നും ഇതിൽ കാണത്തില്ല. തന്നെ ഇവിടെ ഒരു സ്കാനർ വെച്ചിട്ടില്ലേ, ഇതിൽ കൂടെ തന്നെ പൈസ എടുക്കും. പുതിയതാ, ക്യാമറ ആയിരിക്കും പകരം. ഞാനിത് പൈസ അടച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് പൈസ അടയ്ക്കേണ്ട വരത്തില്ല. നോക്കാം. അവർക്ക് അറിയാമോ? റീചാർജ് ചെയ്തിട്ടുണ്ട്, അപ്പൊ അടയ്ക്കണ്ടല്ലോ. മ്യൂസിയം ഹിൽ പാലസ്. വണ്ടി കയറ്റാൻ പറ്റുമോ? ഡോക്ടർ സണ്ണിയും രാമനാഥനും ഗംഗയും നകുലനും ഒക്കെ നിറഞ്ഞാടിയ മണിച്ചിത്രത്താഴ്ന്ന മൂവിയിലെ ലൊക്കേഷനിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. ഈ ഒരു പാലസ് കാണുമ്പോൾ തന്നെ ആ ഒരു മൂവിയാണ് മനസ്സിലേക്ക് ഓടി വരുന്നത്. പിന്നെ അതിൽ അഭിനയിച്ച നമ്മുടെ ശോഭനയും മോഹൻലാലും സുരേഷ് ഗോപിയും ഗണേഷ് കുമാറും ഇന്നസെന്റും ഇവരുടെയൊക്കെ ഫേസ് ആണ് ഓർമ്മയിലേക്ക് ഇങ്ങനെ. ഇവിടെ ടിക്കറ്റിന്റെ റേറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർ പാർക്ക് ചെയ്യുന്നതിന് 30, നമുക്ക് ഒരാൾക്ക് 50 വെച്ചു. അങ്ങനെയാണ്. മണിച്ചിത്രത്താഴ് മൂവി കണ്ട ആർക്കും തന്നെ ഈ ഒരു പ്ലേസ് അങ്ങനെ മറന്നു പോകാൻ കഴിയില്ല. നമ്മുടെ സുധീഷും മോഹൻലാലും കൂടി കുളിക്കാനിറങ്ങുന്ന ആ ഒരു കുളിക്കടവാണ് കേട്ടോ അത്. നമ്മുടെ മോഹൻലാൽ ഇങ്ങനെ ലാസ്റ്റ് കാറിൽ പോയില്ലേ ടാറ്റയും കൊടുത്ത്, ആ റോഡാണോ ഇതൊന്നും എനിക്കൊരു ഡൗട്ട്. ഇങ്ങനെ കറങ്ങിപ്പോ എവിടാണ് പറ്റിക്കുന്ന ഇതാണ് ഗൈസ് നമ്മുടെ മാടമ്പള്ളി.
തിരിച്ചു പോവാണ്. കാണാൻ ഒരുപാടുണ്ട് കേട്ടോ, പക്ഷെ ക്ഷമയില്ല. കുട്ടിക്കാലത്ത് ഞങ്ങൾ വന്ന ആ ഒരു പാലസ് ഇത് തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങൾ ആ സമയത്ത് കുറേ നടന്ന് ഇതിന്റെ ഒരു പാലസിന്റെ ബാക്കിൽ കൂടെ നടന്നു പോകുമ്പോൾ നമുക്ക് മാൻ പാർക്കിലൊക്കെ പോകാൻ പറ്റും. അവിടെയൊക്കെ ഞങ്ങൾ പണ്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഞങ്ങൾക്ക് പോകാനൊന്നും തോന്നിയില്ല. ഞാനെല്ലാം മുടക്കിയത് കേട്ടോ. ഇവർക്കൊക്കെ പോകണമെന്നുണ്ടായിരുന്നു. പക്ഷെ അമ്മൂസിന് തീരെ വയ്യ. അവർക്ക് കുട്ടനാട് ആ ഒരു ക്ലൈമറ്റും ഒന്നും പിടിച്ചിട്ടില്ല. അവർക്ക് നല്ല പനിയുണ്ട്. അമ്മൂന് ടോയ് വാങ്ങാൻ പോവാ. നമ്മൾ അമ്മൂസ് ഇങ്ങനെ കാർ വേണം ചോദിക്കാം, അത് വാങ്ങി കൊടുക്കാൻ പോവാം. ഇത് വാങ്ങിച്ചെടുക്കാൻ BMW ഉണ്ട്, ലാൻഡ് റോവർ ഡിഫൻഡർ. ഇതൊക്കെ എത്ര? അത് വാങ്ങുന്ന ഡാമേജ്. ഇത് നോക്കുവാവേ, കേറിക്കോ. ചവിട്ടിയാ മതിയേ. ശരി, അത് ചവിട്ട്. അമ്മൂനും അങ്ങനെ ഒരു റെഡ് വേണ്ടി ഫ്രണ്ട് ചവിട്ടിയാ മതി. ഇത് ഇങ്ങോട്ടാക്കിയാ മതി. അത് അമിക്കാ മതി. ഫ്രണ്ടിലത്തെ ഇത് ഇങ്ങോട്ടാക്കി. അമ്മൂന് ഇത് മതിയോടി? ഏത് വേണം? അത് വേണോ ഇത് വേണോ? അമ്മൂന് ഇത് മതി. ചിരിച്ചേ, ചിരിച്ചേ അമ്മു, ചിരിച്ചേ. അപ്പൊ ഇതാണ് അവസ്ഥ. എന്തൊരു എനർജിയിൽ പോയ ഞങ്ങൾ. ഏത് സ്ഥലവാ? ആ കാറ് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. വരുന്നോ? അതില് കണ്ടായിരുന്നു. ബൈക്ക് അങ്ങോട്ടോ മാറി കാണാമായിരുന്നു. ഈ കാറിനെ കുറിച്ച് നമ്മുടെ നന്ദു എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇവനൊരു വണ്ടിപ്രാന്തനാണ് ഇവൻ. പറഞ്ഞു ഈ വണ്ടിക്ക് വലിയ സ്പെഷ്യല് ഇത് നമ്മുടെ ചുറ്റുമാട്ടൊക്കെ കൊണ്ടുപോയി നമ്മൾ ഇടത്തില് പാർക്കിങ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയില്ലേ ഇതില് ചാവിയിൽ ഒരു ഫീച്ചർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് തന്നെ സെൻസറൊക്കെ വെച്ച് തന്നെ ഇത് ബാക്കിലോട്ട് വന്ന് ഫ്രണ്ടിലോട്ട് വരും. പാർക്കിംഗ് മോഡ്. പാർക്കിങ് ആവും ചെയ്യും. പിന്നെ ചാവി കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം. ചാവി പെട്ടെന്ന് കുഴപ്പമില്ല. നമ്മുടെ ഫോൺ വെച്ച് ചെയ്യാൻ പാടില്ല. സൈബർ ട്രക്ക്, ഇന്ത്യൻ സൈബർ ട്രക്ക്. നീ ആ കാറിനെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് ആ കാർ അങ്ങ് ഓടി മറന്നല്ലോടാ. എന്നെ കുറിച്ചൊന്നും ആരും പറയേണ്ടത് അങ്ങ് പോയി. വേണ്ട. അയ്യോ പേടിയാവുന്നേ. പുതിയ മോഡലാണ്, ബ്ലാക്ക് മാൻ എഡിഷൻ. വേണ്ട എത്ര സ്പീഡ് വേണ്ട. പക്ഷെ ഇതിന് അത്ര ഇതില്ല സേഫ്റ്റി. ആണോ? കാണാനേ ഉള്ളൂ. സൈബർ ട്രക്ക് കൂട്ട് തന്നെ. അത് പിടി തരത്തില്ല, അത് ഓടിക്കള. വേണ്ട ഇനി അതിന് പുറകെ പോണ്ട, വിട്ടേക്ക്. അതൊന്നും അറിയാമോ? കാണാൻ ലുക്കുള്ള വണ്ടിയാ. 2 ദിവസത്തെ ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പുനലൂർ എത്തിയിട്ടുണ്ട്. ഇനി റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിലേക്ക് മടങ്ങും. അമ്മൂസ് ശരിക്കും ടയേർഡാട്ടോ. അവൾക്ക് ഫീവറാണ്. ഇന്ന് രാവിലെ തൊട്ടാണ് അവൾക്ക് ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങിയത്. ഇന്നലെ അവള് ഓക്കെ ആയിരുന്നു, നല്ല ആക്റ്റീവായിരുന്നു. പക്ഷെ ഇന്ന് രാവിലെ തൊട്ട് കുട്ടി വളരെ ക്ഷീണിതയാണ്. എനിക്ക് തോന്നുന്നു കുട്ടനാട് ആ ക്ലൈമറ്റും വെള്ളമൊന്നും പിടിച്ചിട്ടില്ല പുള്ളിക്കാരിക്ക്. അങ്ങനെ കുട്ടനാടും കണ്ടു, ഹിൽ പാലസും കണ്ടു. രണ്ടും പൊളിയായിരുന്നു കേട്ടോ.
എനിക്ക് യാത്ര ചെയ്യാൻ അധികം ഇഷ്ടമല്ലാത്ത ആളാണ്. എനിക്ക് അന്ന് തന്നെ വീട്ടിലെത്തണം. 1 ഡേ ട്രിപ്പുകളാണ് കൂടുതൽ ഇഷ്ടം. പക്ഷേ ഇത് 2 ഡേയ്സ് അങ്ങനെ അങ്ങ് പോയി കേട്ടോ. പക്ഷെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അമ്മൂസിൻ്റെ ചെറിയ ചെറിയ വയ്യായി ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീണ്ടും നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.